ഭാരതത്തെയും നരേന്ദ്രമോദിയെയും അപമാനിക്കാൻ ശ്രമിച്ച ജേർണലിസ്റ്റ് ഹെല്ലലിംഗ് രാഹുലിനെ അഭിമുഖം ചെയ്യാൻ ഒരുങ്ങുന്നതായ വിവരങ്ങൾ. ഉദ്ദേശം നരേന്ദ്രമോദി തന്നെ. കഴിഞ്ഞ ദിവസമാണ് നോർവേയുടെ മണ്ണിൽ വെച്ച് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അപമാനിക്കാൻ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം നടന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും നോർവേയുടെ പ്രധാനമന്ത്രിയും സംയുക്ത പ്രസ്താവന നടത്തി പിരിയുന്നു. ആ പരിപാടിക്കിടെയാണ് ഹെല്ലലിംഗ് എന്ന മാധ്യമപ്രവർത്തക ചോദ്യം ചോദിച്ച് രംഗത്ത് വരുന്നത്. ആ സമയത്ത് ചോദ്യോത്തര സെഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി നടന്നു നീങ്ങി. ഇത് തന്നെയായിരുന്നു അവർ ഉദ്ദേശിച്ചത്. രാഹുൽ ഗാന്ധിയും ലിംഗിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെ ഹെല്ലലിംഗ് അഭിമുഖത്തിനായി രാഹുലിനെ ബന്ധപ്പെട്ടു. ടെലിഫോണിക് അഭിമുഖം നൽകാൻ രാഹുൽ അവൈലബിൾ ആകുമോ എന്നായിരുന്നു അത്രേ ലിംഗിന്റെ ചോദ്യം. മോദിയുടെ നോർവേ സന്ദർശനത്തെക്കുറിച്ചുള്ള രാഹുലിന്റെ പ്രസ്താവനകൾ അറിയുന്നത് രസകരമാകും എന്നാണ് ലിംഗ് ട്വിറ്ററിൽ കുറിച്ചത്. നോർവേയിലെ മാധ്യമങ്ങളിൽ വാർത്ത വരും മുൻപ് തന്നെ രാഹുൽ ഗാന്ധി എക്സിൽ ഇവരുടെ ട്വീറ്റ് ഷെയർ ചെയ്ത് ഇന്ത്യയിൽ ട്രെൻഡിംഗ് ആക്കിയതുകൊണ്ട് തന്നെ രാഹുലിനെ ലിംഗ് ഇന്റർവ്യൂ ചെയ്യുമെന്ന ഒരു അഭ്യൂഹമുണ്ടായിരുന്നു. പ്രധാനമന്ത്രി മോദിയോട് ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ലിംഗ് ഇന്ത്യയിൽ അത്ര പ്രശസ്തയായിരുന്നില്ല. എന്നാൽ എക്സിലെ അവരുടെ അവസാന പോസ്റ്റ് 2024 ഏപ്രിൽ 10 എന്ന തീയതിയിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി അവർ എക്സിൽ സജീവമായിരുന്നില്ല. ബ്ലൂ ടിക്ക് പോലും ഉണ്ടായിരുന്നില്ല. 1000-ൽ താഴെ ഫോളോവേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നരേന്ദ്രമോദിയുടെ നോർവേ സന്ദർശനത്തിന് മുൻപ് ലിംഗ് ബ്ലൂ ടിക്ക് സ്വന്തമാക്കി എക്സിൽ സജീവമായി. അതിൽ നിന്ന് തന്നെ അവർ പ്ലാൻഡ് ആയിരുന്നു എന്നത് വ്യക്തമാണ്. ഹെല്ലലിംഗ് എന്ന നോർവീജിയൻ മാധ്യമ പ്രവർത്തകൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലിപ്പ് എക്സിൽ പങ്കുവച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിച്ചിരുന്നു. ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഭയപ്പെടേണ്ടതില്ല എന്ന് കുറിച്ച രാഹുൽ നോർവേയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് അദാനി ഗ്രീൻ എനർജിയെ തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കിയ വാർത്തയും പരാമർശിച്ചു. ഞങ്ങൾക്കിപ്പോൾ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. മോദിജി, തങ്ങളുടെ പെൻഷൻ ഫണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് അദാനിയെ ഒഴിവാക്കണമെന്ന അങ്ങയുടെ വ്യക്തിപരമായ അഭ്യർത്ഥന നോർവേ അംഗീകരിച്ചു എന്നായിരുന്നു രാഹുലിന്റെ മറ്റൊരു ചോദ്യം. ഇതിനും പിന്നാലെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത പത്രസമ്മേളനങ്ങളുടെ കണക്കുകൾ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. 2014-നും 2026-നും ഇടയിൽ രാഹുൽ ഗാന്ധി 129 പത്രസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിനിടയിൽ മോദി ഒരു പൂർണ്ണമായ പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ പരിഹാസം. ഭാരത് ജോഡോ യാത്രയുടെ സമയത്താണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളുമായുള്ള സമ്പർക്കം ഗണ്യമായി വർദ്ധിപ്പിച്ചത് എന്ന് കോൺഗ്രസ് പറയുന്നു. 2022-ൽ രാഹുൽ ഗാന്ധി 11 പത്രസമ്മേളനങ്ങൾ നടത്തി. ഇതിൽ 9 എണ്ണവും യാത്രക്കിടയിലായിരുന്നു. 2023-ൽ നടന്ന 20 മാധ്യമ ഇടപെടലുകളിൽ 5 എണ്ണം ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിരുന്നു. തുടർന്ന് 2024-ൽ 20-ഉം 2025-ൽ 7-ഉം പത്രസമ്മേളനങ്ങൾ അദ്ദേഹം നടത്തിയെന്നാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ നരേന്ദ്രമോദിയുമായിട്ടുള്ള ഈ ഒരു വിവാദ സംഭവത്തിന് ശേഷം രാഹുൽ ഗാന്ധിയെ ഈ മാധ്യമ പ്രവർത്തകൻ ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഇത് ശരിക്കും സൊറോസിന്റെ അജണ്ടയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഹുലിന്റെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ കെട്ടിയിറക്കിയ ഒരു അവതാരം തന്നെയാണ് എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.